കെ ശശീന്ദ്രനെതിരായ ഫോൺ വിളി ആരോപണം റിട്ടയർഡ് ജഡ്ജി PS ആന്റണി കമ്മീഷൻ അന്വേഷിക്കും. ഫോൺ സംഭാഷണത്തിലെ ഗൂഢാലോചന, നിയമലംഘനം, ദുരുപയോഗം, കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എന്നിവ സമഗ്രമായി കമ്മീഷൻ പരിശോധിക്കും. 3 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. മുൻമന്ത്രി AK ശശീന്ദ്രനെതിരെ ഒരു സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ഫോൺ സംഭാഷണം അന്വേഷിക്കാൻ റിട്ടയർഡ് ജഡ്ജ് PS ആന്റണി കമ്മീഷനെ മന്ത്രിസഭാ യോഗം നിയമിച്ചു. കഴിഞ്ഞ ദിവസമാണ് വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. കമ്മീഷന്റെ അന്വേഷണ പരിധിയിൽ എന്തൊക്കെ വരുമെന്നതും മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് തീരുമാനിച്ചു. ചാനൽ സംപ്രേഷണം ചെയ്ത സംഭാഷണത്തിൽ നിയമവിരുദ്ധമായ കൃത്യങ്ങളോ ഗൂഢാലോചനയോ ഉണ്ടായിട്ടുണ്ടോ എന്നത് പ്രധാനമായും കമ്മീഷൻ പരിശോധിക്കും. സംഭാഷണം ഏത് സാഹചര്യത്തിൽ ഉണ്ടായതാണ്, റെക്കോർഡ് ചെയ്ത പ്രസ്തുത സംഭാഷണം പിന്നീട് ദുരുദ്ദേശപരമായി എഡിറ്റ് ചെയ്യുകയോ അതിൽ കൃത്രിമം കാണിക്കുകയോ ചെയ്തിട്ടുണ്ടോ, അതിന് പിന്നിൽ ആരെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നിവയാണ് അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ആക്ഷേപങ്ങളുണ്ടെങ്കിൽ അതും ഉൾപ്പെടെ സമഗ്ര അന്വേഷണം കമ്മീഷന് നടത്താം. 3 മാസത്തിനകം കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കണം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആഭ്യന്തര സെക്രട്ടറി നളിനി നെറ്റോ പുതിയ ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. SM വിജയാനന്ദ് ഈ മാസം വിരമിക്കുന്ന സാഹചര്യത്തിലാണ് നളിനി നെറ്റോയുടെ നിയമനം. സുബ്രതോ ബിശ്വാസാണ് പുതിയ സെക്രട്ടറി. നിലവിൽ PWD അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നു. പ്ലാനിംഗ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ VS സെന്തിലിനെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയുടെ ചുമതല കൂടി നൽകും. സത്യജിത് രാജൻ പൊതുഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അധിക ചുമതല വഹിക്കും. ഷീല തോമസ് വിരമിക്കുന്ന ഒഴിവിലാണ് ഈ നിയമനം. ആശ തോമസ് ആയിരിക്കും പുതിയ PWD സെക്രട്ടറി. ടൂറിസം ഡയറക്ടറായി P ബാലകിരണിനെ നിയമിച്ചു. ഹരിത V കുമാറാണ് പുതിയ പഞ്ചായത്ത് സെക്രട്ടറി. പൊതുഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി സത്യജിത് രാജനെ നിയമിക്കും. മത്സ്യത്തൊഴിലാളി കടാശ്വാസ കമ്മീഷൻ കാലാവധി 1 വർഷത്തേക്ക് കൂടി നീട്ടാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് കേസിലെ മുഖ്യപ്രതി ഉദുപ്പ് വർഗീസ് അറസ്റ്റിൽ. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തത്. CBI ആണ് ഉദുപ്പ് വർഗീസിനെ അറസ്റ്റ് ചെയ്തത്. ഉദുപ്പ് വർഗീസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ വൻ അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അഴിമതിക്കാരെ കൽത്തുറങ്കിൽ അടയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. SSLC ഹയർ സെക്കൻഡറി പരീക്ഷാ ചോദ്യപേപ്പറുകൾ ചോർന്നത് സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം പറഞ്ഞത്. ഇവിടെ SSLC +1 +2 പരീക്ഷകളിൽ ഗുരുതരമായ ക്രമക്കേടുകൾ ഉണ്ടായിരിക്കുന്നു. ചോദ്യ പേപ്പറുകൾ ചോരുന്നു. ബഡ്ജറ്റ് ചോർന്നത് നമ്മുടെ അടുത്ത ദിവസമായിരുന്നു. ഇപ്പോൾ ബഡ്ജറ്റിന് ശേഷം ഇതാ ചോദ്യ പേപ്പർ ചോർന്നിരിക്കുന്നു. ചോദ്യ പേപ്പർ ചോരുക മാത്രമല്ല, വലിയ ക്വസ്റ്റ്യൻ പേപ്പർ കുംഭകോണം കേരളത്തിൽ നടന്നിരിക്കുന്നു. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം 2ാം ഘട്ടത്തിലേക്ക്. സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ മുഴുവൻ സമയവും സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിൽ സജീവമാണ്. UDF സ്ഥാനാർത്ഥി ഇന്ന് മഞ്ചേരിയിലും LDF സ്ഥാനാർത്ഥി കൊണ്ടോട്ടിയിലുമാണ് പര്യടനം നടത്തുന്നത്. NDA സ്ഥാനാർത്ഥി മലപ്പുറം വേങ്ങര മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടർമാരെ കാണും. UDF-നേക്കാൾ 3 ദിവസം വൈകിയാണ് LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെങ്കിലും സ്ഥാനാർത്ഥി MB ഫൈസൽ എല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും 1 റൗണ്ട് പ്രചാരണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വോട്ടർമാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാനാണ് അടുത്ത ഘട്ടത്തിൽ ശ്രമം. ഫൈസൽ ഇന്ന് കൊണ്ടോട്ടി മണ്ഡലത്തിലാണ് വോട്ടർമാരെ കാണുന്നത്. UDF മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കിയാണ് പ്രചാരണം നടത്തുന്നത്. മണ്ഡലത്തിൽ ആവേശകരമായ പ്രതികരണമാണുള്ളതെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. പൂർണ്ണ ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുന്നു. പ്രതികരണങ്ങളുടെ പ്രതികരണം പൂർണ്ണമായും UDF-ന് അനുകൂലമായിട്ടാണ്, ശ്രീ കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായിട്ടാണ്. മഞ്ചേരിയിലെ PK കുഞ്ഞാലിക്കുട്ടിയുടെ പര്യടനത്തിന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് മലപ്പുറത്തുണ്ട്. NDA സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് മലപ്പുറം വേങ്ങര മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് പരസ്പര വിരുദ്ധമായ വാർത്തകൾ പ്രചരിക്കുമ്പോഴും സർക്കാരിന്റെ പുതിയ തീരുമാനങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് ഇടുക്കി. പട്ടയ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമായി സർക്കാരിന്റെ നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്ത് CPIM ഉൾപ്പെടെയുള്ള പാർട്ടികളും നാട്ടുകാരും പ്രധാന കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടത്തി. മൂന്നാറിലെ ജനങ്ങളെ ഭൂമി കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്നവർക്കെതിരെയുള്ള തീരുമാനമാണ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം കൈക്കൊണ്ടത്. കുടിയേറ്റക്കാരെയും കയ്യേറ്റക്കാരെയും രണ്ടായി കാണുമെന്ന സർക്കാർ തീരുമാനത്തെ മലയോര മേഖല 2 കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. സർക്കാരിന്റെ തീരുമാനങ്ങളെ അഭിനന്ദിച്ച് CPIM-ന്റെ നേതൃത്വത്തിൽ
മൂന്നാർ, ചെറുതോണി, കട്ടപ്പന, വണ്ടിപ്പെരിയാർ, അടിമാലി തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ആഹ്ലാദ പ്രകടനം നടന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് മൂന്നാറിൽ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയ കെട്ടിടങ്ങൾക്ക് നിയമസാധുത നൽകിയത് പ്രാദേശിക UDF ഭരണകൂടമാണെന്നും പ്രാദേശിക UDF ഭരണകൂടത്തെയാണ് ചെന്നിത്തല പിരിച്ചുവിടേണ്ടതെന്ന് അടിമാലിയിൽ പ്രകടനത്തിൽ പങ്കെടുത്ത CPIM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ ആവശ്യപ്പെട്ടു. 10 വർഷമായിട്ട് ഇവിടെ മൂന്നാർ പഞ്ചായത്ത് ഭരിക്കുന്നത് UDFന്റെ പഞ്ചായത്താണ്. അവിടെ മുഴുവൻ കെട്ടിടങ്ങൾക്കും അംഗീകാരം നിർമ്മിക്കുന്നതിനുള്ള അംഗീകാരം കൊടുത്തിരിക്കുന്നത് UDFന്റെ പഞ്ചായത്താണ്. ആദ്യം അതിനകത്ത് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ UDFന്റെ പഞ്ചായത്തിനെ രമേശ് ചെന്നിത്തല പിരിച്ചുവിടുക വേണ്ടത്. കർഷകർ നട്ടുവളർത്തിയ 28 ഇന മരങ്ങൾ മുറിക്കുന്നതിന് തടസ്സമുണ്ടാകില്ല. 1977 മുമ്പ് കൈവശമുള്ള സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നതിന് അനുമതി നൽകും തുടങ്ങി ജനോപകാരപ്രദമായ തീരുമാനങ്ങളാണ് സർക്കാർ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കൊച്ചിയിൽ സിനിമാ നിർമ്മാതാവ് ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. കമ്മനം പുല്ലേപ്പടി റോഡിലെ ഹോട്ടൽ എടശ്ശേരി മാൻഷനിൽ വെച്ച് സിനിമാ നിർമ്മാതാവ് മഹാസുബേർ, സെക്യൂരിറ്റി ജീവനക്കാരൻ പ്രകാശൻ എന്നിവരെ ആക്രമിച്ച കേസിൽ വരാപ്പുഴ സ്വദേശി ആന്റണി, എറണാകുളം SRM റോഡ് സ്വദേശി മുഹമ്മദ് ഹിഷാം, മാമംഗലം സ്വദേശി കാട്ടൻ എന്നിവർക്കൊപ്പം അയ്യപ്പൻകാവ് സ്വദേശി സെഡ്രിക് മെൻഡസുമാണ് അറസ്റ്റിലായത്. എറണാകുളം നോർത്ത് SI വിപിൻദാസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. കസ്റ്റഡിയിലെടുത്ത 14 പേരിൽ ആർക്കൊക്കെ സംഭവത്തിൽ പങ്കുണ്ട് എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. സംഭവത്തിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. വധശ്രമത്തിനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മദ്യലഹരിയിലാണ് പ്രതികൾ അക്രമം നടത്തിയതെന്നും ഇവർക്ക് ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ളതായി തെളിഞ്ഞിട്ടില്ലെന്നും എറണാകുളം ACP K ലാൽജി പറഞ്ഞു. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാരുടെ മറ്റ് പശ്ചാത്തലം നമ്മൾ പരിശോധിച്ചു. ഇപ്പോൾ അവർക്ക് മറ്റ് കേസുകളൊന്നും നേരത്തെ ഉള്ളവരായിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല. വേറെ ഇനിയും പിടിക്കാനുള്ള ഒരു 4-5 പേര് ഇതിനകത്തുണ്ട്. അതും യുവാക്കൾ തന്നെയാണ്. അവർക്കും മറ്റ് ക്രിമിനൽ പശ്ചാത്തലമുള്ളതായിട്ട് നമുക്കിപ്പോൾ പ്രത്യക്ഷത്തിൽ ബോധ്യപ്പെട്ടിട്ടില്ല. വളരെ എന്തായാലും പ്ലാൻഡായിട്ടോ അങ്ങനെ കരുതിയിരുന്നതോ പ്രത്യക്ഷത്തിൽ വൈരാഗ്യമുള്ള ഒരു സംഭവമല്ല. മദ്യലഹരിയിൽ യുവാക്കൾ ഉണ്ടാക്കിയ ഒരു അടിപിടിയാണ്. ചൊവ്വാഴ്ച രാത്രി 10:30 ആക്രമണം ഉണ്ടായത്. പരുക്കേറ്റ മഹാസുബേറും പ്രകാശനും ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലയാളികളുടെ ഹൃദയത്തിൽ നർമ്മത്തിന്റെ അനശ്വര സുവർണ മുഹൂർത്തങ്ങൾ സൃഷ്ടിച്ച മലയാളികളുടെ പ്രിയ താരം ജഗതി ശ്രീകുമാറിനെ കൈരളി TV ആദരിക്കുന്നു. മലയാളം ചലച്ചിത്ര രംഗത്ത് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകിയാണ് ഹാസ്യ സാമ്രാട്ടിനെ കൈരളി TV ആദരിക്കുന്നത്. ദുബായ് സബീൽ പാർക്കിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാനുമായ മമ്മൂട്ടി പുരസ്കാരം സമ്മാനിക്കും. മലയാള സിനിമയിൽ പകരം വെക്കാനാവാത്ത വ്യക്തിത്വം, മലയാള ചലച്ചിത്ര പ്രേമികളുടെ മനസ്സിലെ എക്കാലത്തെയും മികച്ച ഹാസ്യതാരം, ഹാസ്യ ചക്രവർത്തി, ഹാസ്യ സാമ്രാട്ട് എന്നിങ്ങനെ എണ്ണിയാൽ തീരാത്ത വിശേഷണങ്ങൾക്കുടമയാണ് ഈ താരം. സിനിമാ പ്രവർത്തകരുടെയും തലസ്ഥാനവാസികളുടെയും സ്വന്തം അമ്പിളിച്ചേട്ടൻ. മലയാളികളുടെ ഹൃദയത്തിൽ നർമ്മത്തിന്റെ അനശ്വര മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ജഗതി ശ്രീകുമാർ എന്ന വലിയ നടനെ കൈരളി TV പുരസ്കാരം നൽകി ആദരിക്കുകയാണ്. ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ദുബായ് സബീൽ പാർക്കിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് മലയാളത്തിന്റെ മഹാനടനും മലയാളം കമ്മ്യൂണിക്കേഷൻസ് ചെയർമാനുമായ മമ്മൂട്ടി ജഗതി ശ്രീകുമാറിന് സമ്മാനിക്കും. വാഹനാപകടത്തെ തുടർന്ന് വെള്ളിത്തിരയിൽ നിന്ന് ഒരു ഇടവേളയെടുത്ത ജഗതി ശ്രീകുമാർ 5 വർഷത്തിന് ശേഷം ആദ്യമായാണ് പ്രവാസ ലോകത്ത് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നത്. ഏപ്രിൽ 7 ദുബായിൽ നടക്കുന്ന പുരസ്കാര സമ്മാന ചടങ്ങിൽ എത്തുന്നതിന്റെയും പ്രവാസികളുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിന്റെയും സന്തോഷത്തിലാണ് അമ്പിളിച്ചേട്ടനും കുടുംബവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഫംഗ്ഷനിൽ ആക്സിഡന്റിന് ശേഷം പപ്പയെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. പപ്പയ്ക്കൊരു ചേഞ്ചും പപ്പയുടെ മൈൻഡിനൊരു റിലാക്സേഷനും വേണം. അപ്പം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ വരികയാണ്. അവശതകളൊക്കെ മറന്ന് പ്രവാസികളുടെ സ്നേഹവരവേൽപ്പിനായി കടൽ കടന്നു പോകാൻ പ്രാർത്ഥനയോടെ ജഗതി ശ്രീകുമാറും ഒരുങ്ങുകയാണ്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.